ആ ആ സാറേ പറയൂ സാറേ. സാറേ ഇവിടെ തുടങ്ങിയില്ല സാറേ. ഇവിടെ ഞാനൊരു 6 എണ്ണത്തിന് പിടിച്ചു. ഇതപ്പോ 2 എണ്ണം ചോദ്യം ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കുകയാണ്. ഇല്ല, എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ ഇനി മയക്കുമരുന്ന് നിരോധന മേഖലയാണ്. അതിലൊരു മാറ്റമില്ല. തൂഫാൻ എന്ന് പറഞ്ഞാൽ തൂഫാനാണ് സാറേ, വേറെ ഒന്നും നോക്കല്ല. ഓക്കെ സാറേ, ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ, താങ്ക് യു സാർ. ഇവിടെ എന്താണോ തന്റെ പേര്? എന്താ തന്റെ പേരെന്താണ്? ബസീറോ? താനാണോ മറ്റേ മയക്കുമരുന്ന് കേസിൽ ഇവിടെ പിടിക്കപ്പെട്ട ഒരു പങ്കാളിയാണോ നീ? അല്ല, മലയാളി. ബംഗാളിയല്ല ചോദിച്ചത്, പങ്കാളിയാണോന്ന്? അല്ലല്ല. നീ ഇവിടെ സ്കൂൾ കേന്ദ്രീകരിച്ച് പിന്നെ ആൻസ് ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ, മയക്കുമരുന്നൊക്കെ കൊടുക്കുന്നുണ്ടോ? ഇല്ല സാറേ, ഞാൻ ചെയ്യില്ല. എന്താ തനിക്ക് ജോലി? എന്താ? കൂലിപ്പണിയാണ്. പിന്നെ തന്റെ കയ്യിൽ നിന്ന് പിന്നെ ഒരു 3-4 ആൻസ് പിടിച്ചല്ലോ. എനിക്ക് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാ സാറേ. വെക്കാനായാലും ശരി വിൽക്കാനായാലും ശരി അത് എന്റെ സ്റ്റേഷൻ പരിധിയിൽ പറ്റില്ല. പക്ഷെ തന്നെ കണ്ടിട്ടൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ഇല്ല സാറേ. ഇല്ലല്ല, നീ ശരിക്കും എനിക്ക് തോന്നുന്നത് നീ ഇതിന്റെ ഈ കച്ചവടത്തിന്റെ ശൃംഖലയിൽപ്പെട്ട ഒരാളാണ്. നീ ഇവിടെ കോളേജും സ്കൂളും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വരെ വിൽക്കണമെന്നാണ് കോൺസ്റ്റബിൾ പറഞ്ഞിട്ടുള്ളത്. സത്യം പറയണം. ഇല്ല സാറേ, എന്തില്ല? ഞാൻ ചെയ്യല്ല സാറേ. നീ ഒരു കാര്യം ചെയ്യ്, മാറിയേക്ക്. കാര്യം ഉണ്ട് എന്നോട് ചോദിക്കാണ്ട് കാര്യം. പ്രായം കുറെ ആയി, കഞ്ചാവും കള്ളും വിറ്റ് നടക്കാം. എന്താണ് തന്റെ പേര്? എന്റെ പേര് തൊമ്മി. ആര് തൊമ്മി? തുമ്മിയതല്ലേ സാറേ, തൊമ്മി. ആരാടോ തനിക്ക് ഇങ്ങനത്തെ പേരൊക്കെ ഇട്ടേ? എന്റെ മമ്മി. നിന്റെ തലയിൽ എന്താണോ? അത് അമ്മി. അമ്മിയോ? ആ. എന്തമ്മി? എന്റെ പൊന്നു സാറേ, എന്റെ ഭാര്യ ഒരു അമ്മി കല്ലുകൊണ്ട് എന്റെ മമ്മിക്ക് ഇട്ട് കീച്ചതാ. പക്ഷെ മമ്മിക്ക് കൊണ്ടില്ല, എന്റെ നച്ചിൽ വന്നു കൊണ്ടു. പക്ഷെ അപ്പേ അവള് ചമ്മി കേട്ടോ. മമ്മിക്ക് കൊണ്ടില്ലല്ലോ. ഇപ്പൊ എന്റെ മുഖത്ത് നോക്കുന്നില്ല, ചമ്മലി. പോട്ടെ, തനിക്കെന്താ ജോലി? ഫ്രീലാൻഡാ. എന്റെ പൊന്നു സാറേ, ഞാൻ ഈ ചെറിയ തോതിൽ അടി പിടി ഞെട്ടിക്കല് കൈവെട്ട് കാൽവെട്ടൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോണ ഒരു പാവം കുട്ടിയാണ്. ഇന്ന് തന്നെ ഇപ്പൊ എനിക്കൊരു കൈവെട്ട് വന്നതാ. ഇന്ന് എനിക്ക് പോകാൻ പറ്റുമോ? സാറെന്നെ പൊക്കിക്കൊണ്ട് വന്നില്ലേ? ഇന്ന് പോകാത്തോണ്ട് എന്റെ വീട്ടിലെ കാര്യം കഷ്ടാണ് സാറേ, പട്ടിണിയാണ് സാറേ, പട്ടിണി. ഈ പാവം ഗുണ്ടകളുടെ മേക്കിട്ട് ഇങ്ങനെ കയറുന്ന കഷ്ടം കിട്ടോ. തൂഫാന്റെ പേരും പറഞ്ഞ് എന്റെ പൊന്നു സാറേ, അതിന്റെ കാര്യം പറയണ്ട. ഈ തൂഫാൻ എന്നുള്ള നിയമം വന്നോടുകൂടി എന്റെ കഷ്ടകാലം തുടങ്ങി. എന്നെ സകല പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുക സാറേ, എന്നിട്ട് ഞെട്ടിക്കുക, ചോദ്യം ചെയ്യുക. നീ കഞ്ചാവ് കടത്തിയില്ലേ, മയക്കുമരുന്ന് കടത്തിയില്ലേ, MDM കടത്തിയില്ലേ? എന്റെ പൊന്നു സാറേ, ഒരു ദിനേശ് ബീഡി പോലും വലിക്കാത്ത പാവം ഗുണ്ടയാണ് ഞാൻ. അങ്ങനെ ചോദിക്ക് സാറേ. എന്റെ പേര് കാട്ട് കഴിഞ്ഞാൽ ഈ നാട്ടുകാര് കിടുകിടാ പറക്കും. എല്ലാത്തിനെ അടിച്ച് പലവട്ടം തൂഫാനാക്കിയതല്ലേ ഈ തൊമ്മി. അങ്ങനെയാണ് എനിക്ക് തൂഫാൻ എന്നുള്ള പേര് വന്നത്, മനസ്സിലായോ? പിന്നെന്താ, സാറിപ്പോ വന്നിട്ട് ആകെ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇതിന്റെ മുന്നല്ല സാറുമാർക്കൊക്കെ തൂഫാൻ തൊമ്മിന്ന് കേട്ട വറക്കും. അത്ര വലിയ. പിന്നെ സാറേ, ഈ ഫോണൊന്നും എടുക്കട്ടെ? അയ്യോ സാറേ, ഇത് ഭാര്യയാണ്. അതെങ്ങനെ എനിക്കറിയാം? നീ വല്ല മയക്കുമരുന്നായിട്ട് വന്നോണ്ടോന്ന് അറിയണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, സ്പീക്കറിലിട്ട്. മേരി എവിടെയാണ് കിഴങ്ങും പരിപ്പും? പരിപ്പും കിഴങ്ങും കൊണ്ടുവരാ. എന്നെ അറിയാലോ? അയ്യോ അറിയാ. ഇല്ലെങ്കിൽ നിന്റെ പരിപ്പ് ഞാൻ എടുക്കും. ഓക്കെ. എന്തോടോ തനിക്ക് തന്റെ ഭാര്യനെ പേടിയാണോ? എന്റെ പൊന്നു സാറേ, അവളെ നിങ്ങക്ക് അറിയാഞ്ഞിട്ടാ. അടിച്ച് കൂമ്പുകലക്കോള് മാത്രല്ല, എന്റെ ചാന്തിയൊക്കെ ചട്ടകം വെച്ച് പഴിപ്പിച്ചതാ. രാക്ഷസി അവള്. നീയല്ലേ പറഞ്ഞ നാട്ടുകാരൊക്കെ നിന്നെ കണ്ട കിടുകിട വിറക്കുന്നു? അതൊക്കെ ശരിയാ സാറേ, പക്ഷെ വീട്ടിൽ ഞാനൊരു നാട്ടുകാരനാ. അപ്പൊ താനൊരു കാര്യം ചെയ്യും, കുറച്ച് പരിപ്പും കിഴങ്ങും വാങ്ങിട്ട് വേഗം വീട്ടിലേക്ക് ചെല്ലാൻ നോക്കും. വിട്ടോ ഫോൺ എടുക്കണ്ടേ? ഓരോരോ ഗുണ്ട.